നിങ്ങൾ ഏലത്തോട്ടം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഏലം കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്, പ്ലാന്റേഷനാണ്. അപ്പോൾ ഒരുപാട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഏലം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയില്ലായിരുന്നു ഇതാണായിരുന്നു. ഞങ്ങൾ ആദ്യം മഞ്ഞളാന്നൊക്കെയാണ് വിചാരിച്ചത്. ആദ്യം മഞ്ഞളാണോ അതോ ഇഞ്ചിയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ഏലമാണ്. ഇതിന് കായൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കിനി കാണണം. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അതിന് ഫുള്ള് ഏലമാണ്. ഇടയ്ക്ക് ഇങ്ങനെ കാപ്പിയും അതൊക്കെ കാണുന്നുണ്ടെങ്കിലും കൂടുതലും ഏലം തന്നെയാണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നതും. ഇപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഏലം ഉള്ളിടത്താന്ന് തോന്നുന്നു ഇങ്ങനെ പച്ച കളറിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായത് ഈ വലിയ മരങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിന് കറക്റ്റായിട്ട് ആവശ്യമുള്ള വെയിലും ആവശ്യമുള്ള തണലും ഒക്കെ കിട്ടി ഒരുപാട് കായ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ ഏരിയയിലൊക്കെ പച്ച കെട്ടിയേക്കുന്നത് കാണാൻ പറ്റും. അല്ലാത്ത സ്ഥലവും കാണാൻ പറ്റും. ഇപ്പോൾ വലിയ വലിയ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്തായാലും ഈ പച്ച കെട്ടിയത് കാണാൻ പറ്റും. ഇത് അത്യാവശ്യം വലിയൊരു ഏലത്തോട്ടം തന്നെയാണ്. ഇത് 9 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കിയാൽ ഒരു 9 ഏക്കറിൽ മെയിൻലി ഒരു വെച്ചിരിക്കുന്നത് ഏലം തന്നെയാണ്. താഴേക്കാണെങ്കിലും ഫുള്ള് കാണാൻ പറ്റും ഏലമൊക്കെ. ഇവിടെ കായുടേതാന്ന് തോന്നുന്നു. കായ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. ക്ലോസായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പോയി നോക്കാം. ചില കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം, മലയര അടിവാരമായോണ്ട്. ഫുള്ള് ഏലാണ് ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് നല്ല തേക്കടി വരുമ്പോൾ നമുക്കൊരു ഓൾമോസ്റ്റ് പോകുന്ന റോട്ടിലെല്ലാം ഇങ്ങനെ ഏലം കാണാൻ പറ്റും. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല, പിന്നെ മനസ്സിലായത് ഏലം എന്നുള്ളത്. ഇഷ്ടമാനുണ്ട്. ഫുൾ ഏലത്തോട്ടാണ്. ഏലം കായ്ച്ചതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കാണാൻ വേണ്ടി വന്നിക്കണത്. ആൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. ഇതെവിടെ വരുന്നത്? ഇതിനിപ്പോൾ ഈ ചെടി വെച്ച് ഇപ്പോൾ ഒരു 8-9 മാസമേ ആവുള്ളൂ. അങ്ങനെ കുറച്ച് കായ്കളുണ്ട്. ഓക്കെ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിൽ ഒരു വർഷത്തേക്ക് മേലാണ് ഈ ചെടിയുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇങ്ങനെ കായ് വന്ന് കാണും. കായ് വന്നു ഒരു 1.5 വർഷം ആകുമ്പോൾ നമ്മൾ ഇതിൽ കായ് എടുക്കാൻ തുടങ്ങാം. ഓക്കെ. കായ് എടുക്കാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കണമെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ഒരു 6-7 ടൈം കായ് എടുക്കാം. 7 ടൈം കായ് എടുക്കാം. പിന്നെ ഒരു ചെടിയിൽ തന്നെ നമ്മൾ ഒരു 20 ഇയേഴ്സ് വരെ വർഷം 20 ഇയേഴ്സ് 5-6 ടൈം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം. അതെ. ഇതാണ് ഇപ്പം ഇത് കുറവാണ്. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഇത് ഇന്നും ഇത് എത്ര ടൈം ആകുമ്പോൾ അതിന്റെ വിളവെടുപ്പ് നടക്കുക? 1.5 വർഷം ആകുമ്പോൾ 1.5 വർഷം ആകുമ്പോൾ കായ് നമ്മൾ വിളവെടുക്കാൻ തുടങ്ങാം. ഓക്കെ. പിന്നെ ഒരു വർഷത്തേക്ക് 5-6 ടൈം. അപ്പൊ ഇത് വന്യജീവികൾ നശിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ലേ? ഇല്ല, നശിപ്പിക്കുക. വന്യജീവികൾ അങ്ങനെ ഇതുകൊണ്ട് നശിപ്പിക്കില്ല. ഇത് ഒരു മരത്തിന് എത്ര കിട്ടും നമുക്ക്? ഏകദേശം നമ്മൾ നല്ല രീതിയിൽ വളമിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിച്ചെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ചെടിയിലിருந்து ഒരു 10 കിലോ കായ് വരെ എടുക്കാം. 10 കിലോ കായ് കിട്ടും ഒരു വർഷത്തേക്ക്. ഇവിടെ ഫുള്ള് ഏലാണല്ലേ? ഇത് എങ്ങനെയാണ് നമ്മൾ മൂത്തു ഇതായി വിളവെടുപ്പായി എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? അത് ഒരു കാര്യം, കുറച്ച് ലൈറ്റായിട്ട് ഒരു യെല്ലോയുടെ ഒരു കളർ വരും. യെല്ലോ കളർ വരും. ഫുള്ള് യെല്ലോ ഒട്ടല്ല, ഒരു ലൈറ്റ് ഒരു യെല്ലോയുടെ ഒരു ഇത് വരും. അപ്പോൾ അത് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഇത് എന്നാ ഇതേ ഈ വലിയ കായില്ലേ, അത് ഒരു ഇത് അവിടുത്തെ ഒരു സലാഡ പോലെ ഒന്നുണ്ട്. അപ്പോൾ തറിക്കുമ്പോൾ 2-3 രീതിയായിട്ട് ഇത് കായ്പേ വീഴും. വലിയത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ്, തേർഡ് അങ്ങനെ. ഇത് പൂവ് ഇതാണോ? ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാവണതാണോ? അതെ, ഏലത്തിന്റെ പൂവ് അത്. ഓ, ഞാൻ ആദ്യമായിട്ട് ഏലത്തിന്റെ പൂവും ഇതൊക്കെ കാണും, ചെടിയൊക്കെ കാണുന്ന കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈ ഒട്ട തൈതാണ്. ഇതാണ് തൈയ്യുങ്ക. ഇതിപ്പോ വെക്കരുതാണ്. ഇതിപ്പോ ഒരു തൈ ഈ നിൽക്കുന്ന ഒരു ലയം പോണത് ഒരു തൈയാണോ? ഒരു തൈ ഇതുപോലെ ഒരെണ്ണം തന്നെ വെക്കരുത്. ഓക്കെ. ആദ്യല്ലേ. അപ്പൊ ഇത് താഴെ ഇറന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇതായിട്ട് വരും. ഇന്നും കുറച്ച് നാളാകുമ്പോൾ ഇവിടെ എല്ലാം പൊട്ടി മൊത്തം കവറാകും. അപ്പൊ ഇത് കുറെ സമയം കഴിയുമ്പോൾ, എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് മാറ്റി വേറെ വെക്കുള്ളൂ അല്ലേ?
இதுல இருந்து தானே நம்ம வேற எடுத்து വേറെ എടുത്ത് വെക്കുന്നു, അങ്ങനെ പറിച്ച് വെക്കുന്നു. ഓ അങ്ങനെ. இப்போ சாதாரண நம்மகிட்ட ஒருமே தை இல்லை പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു തൈ 60 രൂപ 70 രൂപ ആൾക്കാർക്ക് കൊടുക്കും. ഓക്കെ. ഇത് ഈ പറഞ്ഞ തണുപ്പ് കാലാവസ്ഥയിൽ ഉണ്ടാവുള്ളൂ അല്ലേ ഏലം? നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചാൽ ഉണ്ടാവില്ലേ? இதுக்கு வந்து என்ன அப்படின்னா കുറച്ച് തണുപ്പ് വേണം. തണുപ്പ് വേണം. അതാണ് മുകളിൽ പച്ച ഷീറ്റൊക്കെ ഇട്ടേക്കണല്ലേ? കൂടുതൽ ചൂട് ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏലം കാണാത്തവർക്ക് ഏലം കാണാം. ഇവിടെ ഫുള്ള് ഏലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഏലം കാണുന്നത്. അതെ. വെള്ളം വരും, കുത്തി ഒഴിച്ച് വെള്ളം പോകുന്നുണ്ടാവായിരിക്കും. ഇതിലേക്കും വെള്ളം പോവോ? ഓക്കെ. ആ ഓ ഓ ഓക്കെ. താഴോട്ട് പോവല്ലേ? ഓ ഇത് മലയുടെ ഒരു അടിവാരം പോലെ ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ആ സമയത്തൊക്കെ ഇതിലേക്കൂടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഒരു ഉറവുണ്ട്, കാണിച്ചു തരാം. അതുകൊണ്ട് എപ്പോഴും അവിടെ വെള്ളം കാണും. വെള്ളം കാണും, വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഏലത്തിന്റെ കായ് കാണാം. ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇതാണ് ഏലത്തിന്റെ കായ. ഓക്കെ. ഓ ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? നമ്മള് കഴിക്കുന്ന ഏലക്ക ഇടുന്നല്ലാതെ നല്ലൊരു മണമാണ് കേട്ടോ. അതിലുള്ള വിതയെ നമുക്ക് കഴിക്കാലോ. അപ്പൊ നമ്മ ഇപ്പൊ ഇത് വെച്ച് 1 വർഷമേ ആവതുള്ളൂ. ഓക്കെ. അപ്പൊ இன்னொரு 6 മാസം ആകുമ്പോൾ இன்னும் നല്ല രീതിയിൽ കായ് വരും. അപ്പൊ നമ്മ ഇതുപോലെ കായ് ഇല്ലേ, ഇതുപോലെ കായ് സ്റ്റോറിന് പറഞ്ഞ് സ്റ്റോറിൽ സൂക്ഷിക്കും. கொடுக்கும் போது இது வந்து ஒரு ஃபாயிலில் வச்சு உணக்கும் போது 5 കിലോ കൊടുത്തെങ്കിൽ നമുക്ക് 1 കിലോ കടയിൽ മടിക്കുന്ന ഏലക്കായ കിട്ടും. 5 കിലോ കൊടുത്താലാണ് 1 കിലോ ഏലക്കായ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏലം കാണാത്തവർക്ക് ഏലം കാണാം. ഇവിടെ ഫുള്ള് ഏലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഏലം. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കാണുന്നു.